നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. 2 വർഷം പൂർത്തിയാക്കുന്ന നരേന്ദ്രമോദി സർക്കാർ. 2 വർഷം പൂർത്തിയാക്കിയ നരേന്ദ്രമോദി സർക്കാർ ഏത് രീതിയിലാണ് പൊതുസമൂഹവും രാഷ്ട്രീയ പാർട്ടികളും നിരീക്ഷകരും വിലയിരുത്തുന്നത്? ആ ചർച്ചയിലേക്കാണ് പോകുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് MI ഷാനവാസ് MP, MB രാജേഷ് MP, ജോർജ് കുര്യൻ, PV തോമസ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവർ. ശ്രീ ജോർജ് കുര്യൻ, ഇന്നിപ്പോൾ പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ളത് എന്നതാണ്. അതായത് സഹറാൻപൂരിൽ ഉത്തർപ്രദേശിലെ അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി നിങ്ങൾ ആഘോഷങ്ങൾക്ക് തുടക്കമിടുമ്പോൾ 2 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിജയം എന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ നിങ്ങൾക്ക് എന്താണുള്ളത്? UPA സർക്കാരിൻ്റെ തന്നെ പദ്ധതികൾ പുതിയ പാക്കറ്റിലാക്കി റീപാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ തന്നെ വിമർശനം. അതുതന്നെയാണ് നിങ്ങൾക്കെതിരെ ഇടതുപക്ഷത്തിൻ്റെ വലിയ വിമർശനവും. പിന്നെ എന്താണ് നിങ്ങളുടെ ആഘോഷത്തിനുള്ള കാരണം? അല്ല, കോൺഗ്രസ്സുകാർ ചോദിക്കാൻ കാരണമുണ്ട്. കാരണം അവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 1,79,000 കോടിയുടെ 1,86,000 കോടിയുടെയൊക്കെ ആഘോഷങ്ങളുണ്ടായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അത്ര വലിയ ലക്ഷം കോടിയുടെയൊന്നും അഴിമതിയോ ആഘോഷങ്ങളോ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ അങ്ങനെ ചോദിക്കുന്നത്. UPA സർക്കാരിനെ പിന്തുണച്ച ഇടതുപക്ഷവും, അതായത് ഒന്നാം UPAയുടെ കാലഘട്ടത്തിലാണല്ലോ ഈ അഴിമതി മുഴുവൻ നടന്നത്. അപ്പോൾ ഇടതുപക്ഷവും ചോദിക്കുന്ന അതാണ്. പക്ഷേ ഈ മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പം GDP വളർച്ച 4.4% എന്ന് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ 7.5% വളർന്നിട്ടുണ്ട്. അത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു വളർച്ചയുടെ ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് അത് ഏതാണ്ട് $4.8 ബില്യൺ കുറഞ്ഞിരിക്കുന്നു. 2012 അത് 192.87 ബില്യൺ ആയിരുന്നു. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇപ്പോഴത്തെ രീതിയിൽ പോയാൽ ഈ വർഷം ഒക്ടോബർ ഡിസംബർ ആകുമ്പോഴത്തേക്കും സർപ്ലസ് ആകും. അതുപോലെ തന്നെ നമ്മുടെ വിദേശ നാണ്യ നിക്ഷേപം ഏതാണ്ട് $362 ബില്യൺ ഉയർന്നിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഒരു സാമ്പത്തിക വളർച്ചയുള്ള ഒരു രാജ്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതോടൊപ്പം തന്നെ വെൽഫെയർ സ്കീമുകൾ അല്ലെങ്കിൽ പദ്ധതികൾ, ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു 5 കോടി ഗ്യാസ് കണക്ഷനുകൾ തീർച്ചയായിട്ടും മിഡിൽ ക്ലാസ്സിനല്ല, അതിന് താഴെയുള്ളവർക്കാണ് കൊടുക്കാൻ വേണ്ടി സൗജന്യമായിട്ട് കൊടുക്കാൻ, അതായത് സ്റ്റൗവും റെഗുലേറ്ററും അതുപോലെ തന്നെ സിലിണ്ടറും ഉൾപ്പെടെ അത് ഏതാണ്ട് 3 കോടിയോളം വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ 12 രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി, ഈ ഗ്യാസ് സൗജന്യമായിട്ട് കൊടുക്കുന്നതൊക്കെ കോൺഗ്രസ്സുകാരുടെ ആണോ എന്ന് കോൺഗ്രസ്സുകാർ പറയേണ്ടിയിരിക്കുന്നു. 12 രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി, അതുപോലെ തന്നെ മുദ്രാ ബാങ്ക് പദ്ധതി, അങ്ങനെ അനേകം പദ്ധതികൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ജൻധൻ യോജന, കാരണം 28 കോടി ജനങ്ങൾ പുതിയതായിട്ട് അക്കൗണ്ട് എടുത്തു. കോൺഗ്രസ്സുകാരുടെ കാലഘട്ടത്തിൽ നാഷണലൈസ് ചെയ്തിട്ടും വളരെ ചുരുങ്ങിയ ജനങ്ങൾക്കേ ഉണ്ടായിരുന്നുള്ളൂ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ നിക്ഷേപം ഏതാണ്ട് 33,000 കോടി രൂപയായിട്ട് പാവപ്പെട്ടവരുടെ നിക്ഷേപം വന്നിട്ടുണ്ട്. ഇതിലേതാണ് കോൺഗ്രസ്സുകാരുടെ പദ്ധതി എന്ന് എനിക്കറിയില്ല. ശരി, ഞാൻ തിരിച്ചെത്താം. ശ്രീ MI ഷാനവാസ്, ആദ്യം നിങ്ങൾ തന്നെയാണ് മറുപടി പറയേണ്ടത്. നിങ്ങളുടെ പദ്ധതികളാണ് നരേന്ദ്രമോദി റീപാക്ക് ചെയ്തിരിക്കുന്നു, നിങ്ങളെ കോപ്പി അടിച്ചതിൻ്റെ നേട്ടമാണ് വിളിച്ചു പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരു വശത്ത് കൂടി നിങ്ങൾ അവരെ അനുമോദിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. എന്നാൽ പോലും അവർക്ക് അറിയേണ്ടത് നിങ്ങളുടെ ഏത് പദ്ധതിയാണ് അവർ അനുകരിച്ചത് എന്നാണ്. അല്ല ലാല, ഇതിൻ്റെ അകത്ത് ഒരു 2 വർഷം പൂർത്തിയായ ഒരു ഗവൺമെൻറ്റിൻ്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ വളരെ അധികം നിരാശാജനകവും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ തകർക്കത്തക്ക രീതിയിലുമുള്ള ഒരു ഭരണമാണ് ഇവിടെ നടന്നു പോയത്. 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ആ വിഷയത്തിലേക്ക് ലാൽ കടക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സോഷ്യൽ സ്ട്രാറ്റത്തിലുണ്ടായിരിക്കുന്ന ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതവിടെ നിൽക്കട്ടെ. ഇവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ഓരോ ഭാരതീയൻ്റെ ബാങ്ക് അക്കൗണ്ടിലും 15 ലക്ഷം കോടി രൂപ കള്ളപ്പണം മുഴുവൻ പിടിക്കും.
1 രൂപയുടെ കള്ളപ്പണം ഇവർക്ക് പിടിക്കാൻ സാധിച്ചോ? അവിടെ ഇവിടെയായിട്ട് ചില കേസുകൾ നടത്തി എന്നുള്ളതല്ലാതെ എവിടെ ഈ 15 അപ്പോൾ ജനങ്ങളെ കളിപ്പിക്കുകയായിരുന്നു. ഇവിടുത്തെ സാധാരണക്കാർ വിശ്വസിച്ചു പോയി. വിദേശത്ത് മുഴുവൻ ഇന്ത്യയുടെ കള്ളപ്പണമുണ്ട്, 10,000 ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കള്ളപ്പണമുണ്ട്. 15 ലക്ഷം രൂപ ഓരോ ഭാരതീയൻ്റെ 15 ലക്ഷം രൂപ ഓരോ ഭാരതീയൻ്റെ ബാങ്ക് അക്കൗണ്ടിലും ഉണ്ടാകുമെന്ന് കാത്തിരുന്നു. 2 വർഷമായി ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. പിന്നെ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് UPA ആവിഷ്കരിച്ച തൊഴിലുറപ്പ് പദ്ധതി, ആ പദ്ധതി അല്ലാതെ വേറൊരു പദ്ധതി ഇവർക്ക് പ്രഖ്യാപിക്കുവാൻ സാധിച്ചിട്ടില്ല. പിന്നെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നൊരു പ്രധാനമന്ത്രി, നല്ല കാര്യമാണ്, അദ്ദേഹം ലോകത്ത് മുഴുവൻ പോട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് അറേഞ്ച് ചെയ്യുന്ന പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്, അതും പൊക്കോട്ടെ. പക്ഷേ സെക്യൂരിറ്റി കൗൺസിൽ അംഗത്വം അതിലേക്ക് 1 ഇഞ്ച് 2 വർഷമായിട്ട് മുമ്പോട്ട് നീങ്ങാൻ സാധിച്ചിട്ടില്ല. ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ മുഴുവൻ വിച്ഛേദിക്കപ്പെട്ട രീതിയിൽ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളെയും എതിർക്കുന്ന വീറ്റോ ചെയ്യുന്ന പവറായി ചൈന മാറി. ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പിൽ പോലും ഇന്ത്യക്ക് മെമ്പർഷിപ്പ് കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 20 കോടി വീടുകൾ കൊടുത്തു എന്ന് പറയുന്നു, കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചു. 1 വീട് കൊടുക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. 1 വീടെന്ന് പറയുമ്പോൾ ഞാനതിൻ്റെ ആലങ്കാരിക ഭാഷയിലാണ് പറഞ്ഞ്, കുറച്ചൊക്കെ ചെയ്യുവാൻ സാധിച്ചു. ഇതൊക്കെ UPA ഗവൺമെൻറ് ഇരുന്ന കാലഘട്ടത്തിൽ വന്നിട്ടുള്ള പദ്ധതികളാണ്. ഇൻഷുറൻസ് പദ്ധതികളാണെങ്കിലും എല്ലാം. ഇവിടെ യുവാക്കൾക്ക് എത്ര തൊഴിൽ കൊടുക്കുവാൻ സാധിച്ചു? തൊഴിൽ മുഴുവൻ യുവാക്കൾക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞൊരു വലിയ ഹൈപ്പ് ഉണ്ടാക്കി അധികാരത്തിലേക്ക് വന്നവർക്ക് പിന്നെ കർഷകർക്ക് എന്ത് ചെയ്തു? ഞാൻ തിരിച്ചു വരാം ശ്രീ MI ഷാനവാസ്. ശ്രീ MP രാജേഷ്, ഇടതുപക്ഷം ഏത് രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാരിനെ കാണുന്നത് എന്നുകൂടി ജോർജ് കുര്യന് അറിയേണ്ടതുണ്ട്. നിങ്ങൾ പിന്തുണച്ച UPA സർക്കാരിൻ്റെ വലിയ കോഴയൊന്നും ഈ സർക്കാരിനെ കുറിച്ച് പറയാനില്ലല്ലോ എന്നതാണ് ജോർജ് കുര്യൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചതായി കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആഘോഷിക്കാനുള്ള വലിയ കാര്യങ്ങൾ ഉണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് മോഡി സർക്കാരിൻ്റെ 2ാം വാർഷികത്തിൻ്റെ ആഘോഷം ഇവിടെ നടക്കുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് ഇപ്പോൾ ഇറ്റലിയിലാണ് നടക്കുന്നത്. കടൽക്കൊല കേസിൽ പ്രതിയായിട്ടുള്ള 2 മലയാളി മുക്കുവരെ മത്സ്യത്തൊഴിലാളികളെ ക്രൂരമായി വെടിവെച്ചു കൊന്ന കേസിലെ പ്രതികളെ ഇന്ന് ഇറ്റലിയിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ച ദിവസമാണ്. അതുകൊണ്ട് അവിടെയാണ് ആഘോഷം നടക്കുന്നത്. അവരെ ഇറ്റലിയിലേക്ക് പോകാൻ അനുവദിക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജിയെ കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ അനുകൂലിച്ച ദിവസമാണ്. ഇതിനേക്കാൾ നല്ല ആഘോഷം ഇനി എന്താണ് മോഡി ഗവൺമെൻറ്റിന് വരാനിരിക്കുന്നത്? അപ്പോൾ രാജ്യസ്നേഹത്തെക്കുറിച്ച് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഇവർ ഈ രാജ്യദ്രോഹി പരീക്ഷകളുടെ ഭരണത്തിൻ്റെ ഏറ്റവും പരിഹാസ്യമായിട്ടുള്ള വഞ്ചനാപരമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്കൊന്ന് ഇതിനെ കണക്കാക്കാം. ഇനി ജോർജ് കുര്യൻ അറിയേണ്ട കാര്യങ്ങളിലേക്ക് വരാം. ഇവിടെ 3 കാര്യങ്ങളാണ് BJPയുടെ 2 വർഷത്തെ ഭരണത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, കടുത്ത തീവ്രമായിട്ടുള്ള വർഗീയ ധ്രുവീകരണം. രണ്ടാമത്തേത്, അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ. അത് ജനങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ള വലിയ കെടുതി, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തത്. മൂന്നാമത്തെ കാര്യം, സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള മനോഭാവവും പ്രവണതയും ശക്തിപ്പെട്ടത്. ഇത് 3ഉമാണ് UPA മോഡി ഭരണത്തിൻ്റെ ബാക്കി പത്രം എന്നത്. ഇല്ല എന്നൊരു അവകാശവാദം കേട്ടു. വ്യാപം അഴിമതിയായിട്ട് കണക്കാക്കുന്നില്ലേ? 28 പേരാണ് സാക്ഷി പ്രതികളുമായിട്ടുള്ള ആളുകൾ കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ അഴിമതി നടത്തുക മാത്രമല്ല, അഴിമതി പുറത്തു വരാതിരിക്കാൻ ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണം മധ്യപ്രദേശിൽ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ലളിത് മോഡി ഇപ്പോൾ എവിടെയാണുള്ളത്? ലളിത് മോഡിയെ ഇത് എന്താ ഒരു എന്നായിരുന്നല്ലോ പറഞ്ഞത്. ഇതുവരെ 2 വർഷമല്ലോ. മോഡി ലണ്ടനിലിരുന്ന് വലിയ മോഡിയുടെ ഭരണത്തിൻ്റെ 2ാം വാർഷികം ആഘോഷിക്കുന്നു. വിജയ് മല്യ ലണ്ടനിലിരുന്ന് നരേന്ദ്രമോദി ഭരണത്തിൻ്റെ 2ാം വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കള്ളപ്പണത്തെക്കുറിച്ച് ഇവിടെ ആരോ പറയുന്നത് കേട്ടു. കള്ളപ്പണം കൊണ്ടുവരും, അത് 15 ലക്ഷം വീതം ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ വരുമെന്നായിരുന്നു വാദം. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന പാനമ രേഖകൾ പ്രകാരം ഇന്ത്യയിലെ കള്ളപ്പണക്കാരുടെ ലിസ്റ്റ് പുറത്തു വന്നു. അതിൽ ഏറ്റവും പ്രമുഖനാണ് അമിതാഭ് ബച്ചൻ, BJP രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് കണ്ട ഒരാൾ.
മാത്രമല്ല അമിതാഭ് ബച്ചനാണ് രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ചടങ്ങിൽ ഏറ്റവും മുഖ്യ അതിഥി. എന്തൊരു പരിഹാസ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. കള്ളപ്പണക്കാരുടെ പട്ടികയിൽ പേരിടം കിട്ടിയിട്ടുള്ള അമിതാഭ് ബച്ചനെ തങ്ങളുടെ രണ്ടാം വാർഷികാഘോഷത്തിന്റെ അതിഥിയായിട്ട് വിളിച്ചു വരുത്തി BJP ഗവൺമെന്റ്, എന്നിട്ട് അഴിമതിയില്ല എന്ന് അവകാശപ്പെടുകയാണ്. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വന്നാൽ വർഗീയ ധ്രുവീകരണം ഇത്രമാത്രം ഭയാനകമായിട്ടുള്ള നിലയിലെത്തിയ ഒരു കാലമുണ്ടായിട്ടുണ്ടോ? ലട്ടേഹാറിൽ 2 മുസ്ലിം ചെറുപ്പക്കാരെ പരസ്യമായിട്ടാണ് തൂക്കിലേറ്റി കൊന്നത്, മരത്തിന് മുകളിൽ തൂക്കിക്കൊന്നത്. അഖ്ലാഖിനെ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തതാണ്, ബീഫ് കഴിച്ചതിന്റെ പേരിൽ. ബീഫ്, കറവാപ്സി, അതുപോലെ തന്നെ ലവ് ജിഹാദ്, ഇത് മൂന്നുമല്ലേ ഇവിടെ വർഗീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത്? അതുപോലെ തന്നെയാണ് ബുദ്ധിജീവികൾക്കും എഴുത്തുകാർക്കും എതിരായിട്ടുള്ള ആക്രമണങ്ങൾ. ബുദ്ധിജീവികളാണ് ഇവിടെ കൊല ചെയ്യപ്പെട്ടത്. ശ്രീ പി വി തോമസ് കൂടി ചേർന്നിരിക്കുന്നു. ശ്രീ പി വി തോമസ്, എന്തായാലും തൊട്ടു മുൻപുള്ള ഒരു സർക്കാരിനെ വെച്ചാണ് ഇപ്പോഴത്തെ സർക്കാരിനെ സാധാരണയായി താരതമ്യം ചെയ്യുക. ആ അർത്ഥത്തിൽ സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിലും മറ്റ് വികസന കാര്യങ്ങളുടെ കാര്യത്തിലും UPA സർക്കാരിൽ നിന്നും വ്യത്യസ്തമല്ല എന്നാണ് ഇടതുപക്ഷം നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് പറയുന്നത്. അതിനപ്പുറമുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചറിലെ ഒരു പാറ്റേണിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില ഭീകരമായ പ്രശ്നങ്ങൾ MI ഷാനവാസിനെ പോലുള്ളവരും ചൂണ്ടിക്കാട്ടി. എന്താണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ മുഖ്യമായി പരിഗണിക്കപ്പെടുക? അടിസ്ഥാനപരമായിട്ട് UPAയും NDAയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഞാൻ പറയാം, ഞാനൊരു ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിനെ വിലയിരുത്തുമ്പോൾ അത് രാഷ്ട്രത്തിന് എങ്ങനെ ഗുണം ചെയ്തു എന്ന കാര്യമാണ് നോക്കുന്നത്. സാധാരണക്കാരൻ്റെ എന്നെ ഗുണം ചെയ്തു, അതിൽ ഞാനും പെടും. എനിക്ക് എന്ത് ഗുണം ചെയ്തു എന്നുള്ള കാര്യം ഞാൻ നോക്കും. അത് രാഷ്ട്രീയവുമായിട്ട്, സാമൂഹികവുമായിട്ട്, സാമ്പത്തികവുമായിട്ട്, വിദേശകാര്യ നയപരമായിട്ട്, ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് നരേന്ദ്രമോദി ഗവൺമെൻറ് നേടിയത്, ചെയ്തത് എന്നുള്ള കാര്യം വളരെ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും നോക്കുമ്പോൾ ഞാൻ പറയുന്നത്, നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഇവിടെ വളരെ വലിയൊരു അരക്ഷിതാവസ്ഥയുണ്ടായി. ഇൻസെക്യൂരിറ്റി ഉണ്ടായി, മൈനോറിറ്റീസിന് അസഹിഷ്ണുതയുണ്ടായി. അതായത് വിലക്കയറ്റം കുറഞ്ഞെന്ന് പറഞ്ഞാണ് വന്നത്. വിലക്കയറ്റം കുറഞ്ഞോ? ഈ ഖർവാപ്പസി ഉണ്ടായി, അവാർഡ് വാപ്പസി ഉണ്ടായി, സാംസ്കാരികമായിട്ടുള്ള ഒരു സ്വേച്ഛാധിപത്യമുണ്ടായി. ഇവിടുത്തെ ക്യാമ്പസുകൾ, അത് JNU അല്ലെങ്കിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ FTEയോ പോലും ഇതെല്ലാം കലുഷിതമായി. എന്തുകൊണ്ട് സംഭവിച്ചു അങ്ങനെയെല്ലാം കാര്യം? അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സൂചനയല്ല തരുന്നത്. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതായത് ബീഫ് നിരോധനത്തിൻ്റെ പേരിൽ ആൾക്കാരുടെ വീട്ടിൽ കയറി ആക്രമിച്ച് കൊല്ലുക, അതൊക്കെ എങ്ങനെ സംഭവിക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് സമ്മതിക്കാൻ പറ്റും ഈ രാജ്യത്ത്, നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത്? അത് ഒരു കാരണവശാലും നമുക്ക് സംഭവിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ സ്യൂഡോ നാഷണലിസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഉണ്ടായി. ഈ നാഷണലിസം അല്ലെങ്കിൽ സെഡീഷൻ, രാജ്യദ്രോഹം എന്ന് പറയുന്നുണ്ടാകുന്നു. നമ്മളെല്ലാം എല്ലാ കാലത്തും ദേശസ്നേഹികളാണ്. പക്ഷെ പെട്ടെന്നൊരു ദേശസ്നേഹി ഇവിടെ ഉണ്ടായി. അതിൻ്റെ പേരിൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് അകത്തിടുക, സെഡീഷൻ, രാജ്യദ്രോഹം എന്ന പേരിൽ അറസ്റ്റ് ചെയ്തിടുക. അത് JNUവിലുണ്ടായി, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു. എന്നുണ്ടാകുന്നു. എന്താണിത്? ഇത് ഫാസിസത്തിലേക്കുള്ള നീട്ടമാണ്. ഞാൻ പറയാം, ഒരു ഭൂരിപക്ഷ വർഗീയ ധ്രുവീകരണം എന്ന് പറയുന്നത് ഫാസിസത്തിലേക്കുള്ള നീക്കമാണ്. അത് ന്യൂനപക്ഷ വർഗീയ ധ്രുവീകരണത്തെക്കാൾ ഭയാനകമാണത്. അത് ദോഷമാണത്. നമ്മുടെ ഭരണഘടനയ്ക്കെതിരാണത്. അങ്ങനെ ഒരു രാജ്യം നിലനിൽക്കാൻ പോകുന്നില്ല. ഇതാണ് ഈ 2 വർഷം കൊണ്ട് സാധിച്ചത്. പിന്നെ സാമ്പത്തികമായിട്ട് ഉള്ള നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല. പക്ഷേ ഞാൻ പറയാം, എനിക്കെന്ത് കിട്ടി? എനിക്കൊന്നും കിട്ടിയിട്ടില്ല. വിലക്കയറ്റം കുറഞ്ഞിട്ടുണ്ടോ? വിലക്കയറ്റം കുറഞ്ഞിട്ടില്ല. സാധാരണക്കാർക്ക് എന്തും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ വിദേശകാര്യപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇദ്ദേഹം, നമ്മുടെ പ്രധാനമന്ത്രി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി 40 രാജ്യങ്ങൾ സന്ദർശിച്ചു ഈ 2 വർഷം കൊണ്ട്. നല്ല കാര്യം തന്നെ. പക്ഷേ ഈ 40 വർഷം കൊണ്ട് സംഭവിച്ചുകൊണ്ട് എന്തുണ്ടായി? പാകിസ്ഥാനായിട്ടുള്ള ബന്ധം മെച്ചപ്പെട്ടോ? ചൈനയുമായിട്ടുള്ള ബന്ധം
ബന്ധപ്പെട്ടോ? നേപ്പാൾ പോലുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെട്ടോ? ഉണ്ടായിട്ടില്ല. ഇവിടെ എല്ലാം കലുഷിതമായി ഉണ്ടായത്. പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഏറ്റവും മോശമായി ഉണ്ടായത്. അതുപോലെ തന്നെ ചൈനയുമായിട്ടുള്ള ബന്ധം മോശമായി ഉണ്ടായത്. നേപ്പാളുമായിട്ടുള്ള ബന്ധം മോശമായി ഉണ്ടായത്. ഈ അമേരിക്കയിൽ പോകാം, അവിടെ പോയി നാട മുറിക്കാം, പ്രസംഗിക്കാം. ഇനിയിപ്പോൾ പോകാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിന് 2 സംയുക്ത ഇതിൽ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളായിട്ട് നമ്മൾ സാധാരണക്കാർ കണ്ടേക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല. ഇൻവെസ്റ്റ്മെന്റ് വന്നെങ്കിൽ ഏത് മേഖലകളിൽ വന്നു? ശ്രീ ജോർജ് കുര്യൻ, അതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ അച്ചാദിൻ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ആർക്കാണ് ഈ നല്ല നാളുകൾ ഉണ്ടായത്? അമിതാഭ് ബച്ചന്റെ കാര്യം പറഞ്ഞു. അതുപോലെ ഫാസിസ്റ്റുകൾ ആകണം ഈ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുന്ന ആളുകൾക്ക് മുന്നിൽ അവർക്ക് അവസരങ്ങൾ ഉണ്ടായി. മറ്റുള്ള രീതിയിൽ എവിടെയാണ് പുരോഗമനം ഉണ്ടായത്? സാമ്പത്തികമായ കാര്യത്തിൽ നിങ്ങൾ UPA സർക്കാരിനെ തന്നെ അനുകരിക്കുകയാണ്. ആർക്കാണ് നേട്ടമുണ്ടായത്? ആരുടെ ബാങ്ക് അക്കൗണ്ടിലാണ് കൂടുതൽ മെച്ചമുണ്ടായത്? ആർക്കാണ് ഇവിടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായത്? കാർഷിക മേഖലയിൽ എവിടെയാണ് ഉൽപ്പാദനം വർദ്ധിച്ചത്? എവിടെയാണ് ഏത് രാജ്യവുമായുള്ള ബന്ധമാണ് മെച്ചപ്പെട്ടത്? ഇതൊക്കെയാണ് ചോദ്യം. ഒപ്പം ഒരു കാര്യം കൂടി ശ്രീ ജോർജ് കുര്യൻ, ഏറ്റവും ആദ്യം ശ്രീ MP രാജേഷ് ചോദിച്ച ഒരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്നിപ്പോൾ കേരളത്തിന് ശ്രദ്ധിക്കാനായി നരേന്ദ്രമോദി നൽകിയത് ഇറ്റാലിയൻ നാവികന്റെ കാര്യത്തിൽ കോടതിയിലെടുത്ത നിലപാട് കൂടി. അല്ല, ശ്രീ ഷാനവാസും അതുപോലെ തന്നെ ശ്രീ PV തോമസും പറഞ്ഞത് സാങ്കേതിക കാരണത്താൽ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ ലാല് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്താണ് അവർ പറഞ്ഞത് എന്നുള്ളത്. ശ്രീ MP രാജേഷ് പറഞ്ഞ ഇറ്റാലിയൻ മറൈൻസിൻ്റെ കാര്യം, അത് അന്താരാഷ്ട്ര കോടതിയുടെ പരിഗണനയിലും അതിനുശേഷം ഒരു ആർബിട്രേഷൻ ട്രൈബ്യൂണലിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു CPM-ഓ കോൺഗ്രസ്സോ അധികാരത്തിലായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും പാലിക്കാൻ അവർ തയ്യാറാവില്ലായിരിക്കും. അന്താരാഷ്ട്ര നിയമങ്ങളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടായിരിക്കും അവർ ചെയ്യാൻ പോകുക. പക്ഷേ ശ്രീ ജോർജ് കുര്യൻ, UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ സോണിയാഗാന്ധി ഇറ്റലിയുമായി ബന്ധപ്പെട്ട് ഈ ഇറ്റാലിയൻ നാവികരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി. അല്ല, അത് ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് അന്താരാഷ്ട്ര കോടതിയിൽ പോയിരുന്നില്ല. അത് മാത്രമല്ല, അന്നത്തെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സജഷനായിരുന്നു അവരെ ക്രിസ്മസിന് ഇറ്റലിയിലേക്ക് വിടണമെന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി തീരുമാനമെടുത്തത്. ഇതങ്ങനെയല്ല. കഴിഞ്ഞ 2015 ആഗസ്റ്റ് മാസത്തിൽ സുപ്രീം കോടതി തന്നെ അതിൻ്റെ നടപടികൾ സസ്പെൻഡ് ചെയ്തു. കാരണം ഇൻ്റർനാഷണൽ കോടതിയിൽ നമ്മൾ എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റർനാഷണൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ യൂറിസ്ട്രിക്ഷൻ ചോദ്യം ചെയ്യാം. അത് മാത്രമല്ല, യൂറിസ്ട്രിക്ഷൻ ചോദ്യം ചെയ്യുന്ന അവസരത്തിലാണ് ഇപ്പോൾ ആർബിട്രേഷൻ ട്രൈബ്യൂണലിൽ വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ യൂറിസ്ട്രിക്ഷൻ ആർക്കാണ് എന്നുള്ള ചോദ്യമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ കോൺഗ്രസ്സും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണെങ്കിൽ അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും പാലിക്കണമെന്നില്ല. പ്രത്യേകിച്ച് നോർത്ത് കൊറിയയെ പോലെ ആയിരിക്കും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് സുപ്രീം കോടതിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അത് അന്താരാഷ്ട്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് തോന്നുന്നത് ഒരു പരിഷ്കൃത രാഷ്ട്രമെന്ന രീതിയിൽ ഇന്ത്യക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ MP രാജേഷൊക്കെ തിരിച്ചാണ് പറയുന്നതെങ്കിൽ എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല. മറ്റൊന്ന്, ഏത് രാജ്യവുമായിട്ടാണ് നല്ല ബന്ധം സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ഇവിടെ അല്ല, ഒരു കാര്യം അന്താരാഷ്ട്ര കോടതിയുടെ തീർപ്പ് വന്നിട്ടില്ലല്ലോ. അന്താരാഷ്ട്ര കോടതിയുടെ തീർപ്പ് വരുന്നതിന് മുമ്പ് ഇവരെ നാട്ടിലേക്ക് അയക്കണം എന്ന ഹർജിയിൽ ഇന്ന് എന്തുകൊണ്ട് അനുകൂല നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു? അതല്ലേ പറയേണ്ടത്. അന്താരാഷ്ട്ര കോടതിയുടെ തീർപ്പിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ പറ്റില്ല. അവിടെ കേസ് തീർപ്പായിട്ടില്ല. അവിടെ കേസ് പെൻഡിങ്ങിലിരിക്കൽ തന്നെ ഇന്ന്
ഇവരെ നാട്ടിലേക്ക് അയക്കണം എന്ന ഹർജിയെ കേന്ദ്ര സർക്കാർ അനുകൂലിച്ചത് ഗൂഢാലോചനയും ഒത്തുകളിയും അല്ലെങ്കിൽ പിന്നെന്താണ്? ശ്രീ ജോർജ് കുര്യൻ, കോടതിയിൽ സർക്കാരിന്റെ പക്ഷം ഒരു മറുപടി പോലും പറയാതെ നിശബ്ദത പാലിച്ചു വക്കീൽ. അവിടെ ഇപ്പോൾ എം പി രാജേഷ് പറഞ്ഞതുപോലെ അവസാന വിധി വന്നതിന് ശേഷം ഒരു തീരുമാനമെടുക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ അതിനു മുൻപ് നാട്ടിലേക്ക് അയക്കാനുള്ള ഒരു തീരുമാനത്തിന് കൂട്ടുനിൽക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ വലിയ രാജ്യസ്നേഹികൾ എന്ന് പറയുമ്പോൾ അതിനൊത്തുപോവുക? അല്ലല്ല, അന്താരാഷ്ട്ര കോടതി ഈ ജൂറിസ്ഡിക്ഷൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി ഒരു ആർബിട്രേഷൻ ട്രൈബ്യൂണലിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമ്മളും ചോദ്യം ചെയ്ത കാര്യമാണ് ഈ ജൂറിസ്ഡിക്ഷൻ്റെ കാര്യം. അപ്പോൾ ആ ജൂറിസ്ഡിക്ഷന് വേണ്ടി ആർബിട്രേഷൻ ട്രൈബ്യൂണലിന് വിട്ടുകൊടുത്തിരിക്കുന്നു. അതിൻ്റെ നടപടിക്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് നമ്മൾ പറയുന്നത് ശരിയാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണല്ലോ കേസിന് പോവുക. അങ്ങനെ ആകുന്ന അവസരത്തിൽ ഈ നാവികർ ഇന്ത്യയിൽ തന്നെ കഴിയണമെന്നല്ലേ തീരുമാനിക്കേണ്ടത്? അവർക്ക് അതുവരെ വീട്ടിൽ പോകാം എന്നുള്ളൊരു തീരുമാനം ആരുടെ ആഗ്രഹം ആണ്? അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് എന്താണ് ഇത്ര തിടുക്കം? അങ്ങനെയല്ലല്ലോ. ജൂറിസ്ഡിക്ഷനെ പറ്റി തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള മനുഷ്യാവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയാണ് തീരുമാനിച്ചത്. സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി തീരുമാനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അണ്ടർടേക്കിംഗ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് ശ്രീ ജോർജ് കുര്യൻ ചോദിക്കുന്നത്. ശ്രീ എം പി രാജേഷ്, താങ്കൾ കേൾക്കാതെ പോയിട്ട് കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ജോർജ് കുര്യൻ, ഞാൻ താങ്കളിലേക്ക് വരാൻ മുമ്പ് ശ്രീ പി വി തോമസ് കൂടി ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുകയാണ്. ശ്രീ പി വി തോമസ്. ലാൽ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സംഭവം നടക്കുമ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ് ഈ ഹെലികോപ്റ്റർ അത് സംബന്ധിച്ചൊരു ഡീല് നടന്നതായിട്ട് നമ്മൾ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്, മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലി സംഭവങ്ങളിലേക്ക് പോകുമ്പോൾ ഇറ്റാലിയൻ രാഷ്ട്രപതിയുമായിട്ട് മോഡിക്ക് ഒരു ഡീലുണ്ടായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ഇത് വായിക്കുമ്പോൾ ഇത് നടന്നതായിട്ടാണ് തോന്നുന്നത്. അതായത് സോണിയാഗാന്ധിയെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പം ഇവിടെ നിന്ന് കോടതി വിട്ടുകൊടുത്ത് ശരിയാണ്, പക്ഷേ കോടതിയെ പ്രതിരോധിക്കാനായിട്ട് ആരുമില്ല. പ്രോസിക്യൂഷൻ ഇല്ലെങ്കിൽ അതാണ് സംഭവിക്കുന്നത്. അതായിരിക്കാം സംഭവിച്ചത്. ഒരു പക്ഷേ ആരും ഉത്തരം പറയണം, ഗവൺമെന്റ് ഉത്തരം പറയണം. ശ്രീ എം പി രാജേഷ്, താങ്കൾ കൂടി എന്തോ കാര്യം പറയാനുണ്ട്. അതിനുശേഷം ജോർജ് കുര്യനിലേക്ക് പോകാം. ശ്രീ പി വി തോമസ് പറഞ്ഞത് സോണിയാഗാന്ധിയെ കൂടി ഹെലികോപ്റ്റർ കേസിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഡീൽ നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമാണ് ഈ ധാരണ എന്നാണ്. അന്താരാഷ്ട്ര നിയമത്തെക്കുറിച്ച് ജോർജ് കുര്യൻ പറയുന്നത് പാവം സാധാരണക്കാരായ പ്രേക്ഷകരെ വിശ്വസിക്കുമെന്ന് കരുതിയിട്ടാണോ? ശ്രീ ജോർജ് കുര്യൻ, നിങ്ങൾ ഒരൊറ്റ കാര്യത്തിന് ഉത്തരം പറയൂ. അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് സുപ്രീം കോടതി തീരുമാനമെടുത്തു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അന്താരാഷ്ട്ര നിയമത്തിന്റെ പരിധിയിൽ വരുമല്ലേ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ആദ്യം. അതാണല്ലോ ജൂറിസ്ഡിക്ഷൻ. നിങ്ങൾ തന്നെ പറഞ്ഞില്ല ഇവിടെ ജൂറിസ്ഡിക്ഷനെ കുറിച്ചുള്ള തർക്കമാണ് നടക്കുന്നത് എന്ന് അന്താരാഷ്ട്ര കോടതിയിൽ. അപ്പൊ അന്താരാഷ്ട്ര നിയമത്തിന്റെ പരിധിയിൽ വരില്ലേ എന്നുള്ള കാര്യമാണ് ഇപ്പൊ അന്താരാഷ്ട്ര കോടതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അന്താരാഷ്ട്ര നിയമം ഇപ്പൊ അക്കാര്യത്തിൽ തീരുമാനമാവുന്നതിന് മുമ്പ് തിരക്കിട്ട് ഇവരെ രാജ്യം വിട്ട് അനുവദിച്ചെന്തിനു വേണ്ടിയിട്ടാണ്? ഇനി അവിടുത്തെ തീരുമാനം എന്തായിരുന്നാലും ശരി, ഇവരിങ്ങോട്ട് വരാൻ പോകുന്നില്ല. ഇവരെ നിയമത്തിന്റെ. ശ്രീ ജോർജ് കുര്യൻ, ആ കാര്യത്തിൽ കൃത്യമായൊരു മറുപടി വേണം. ഈ ഘട്ടത്തിൽ ഇറ്റലിയിലേക്ക് ഇവരെ തിരിച്ചയച്ചാൽ എന്ത് ഉറപ്പാണ് നിങ്ങൾക്കുള്ളത് തിരിച്ച് ഇവരെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന്? ആ തർക്കം തന്നെ അവിടെ നിലനിൽക്കുകയാണ്. അല്ലല്ല, കഴിഞ്ഞ 2015 ആഗസ്റ്റ് മാസത്തിൽ സുപ്രീം കോടതി സ്വമേധയാ ഇതിൻ്റെ മേലുള്ള നടപടികൾ നിർത്തിവെച്ചു. കാരണം അന്താരാഷ്ട്ര കോടതിയിൽ കേസ് ആയതുകൊണ്ട് അവരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് സ്വയം സുപ്രീം കോടതി കഴിഞ്ഞ 2015 ആഗസ്റ്റ് മാസത്തിൽ അത് പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി പറഞ്ഞു, ഇനി നിങ്ങൾ പറയുന്നതല്ല, ഞങ്ങളുടെ മുകളിലുള്ളൊരു കോടതി വന്നിരിക്കുന്നു. ആ കോടതി നമ്മൾ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബൈൻഡിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പോകാൻ സാധിക്കൂ എന്ന് 2015 ആഗസ്റ്റ് മാസത്തെ സുപ്രീം കോടതിയുടെ ഓർഡറുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ജൂറിസ്ഡിക്ഷൻ ആർക്കാണ് എന്ന് തീരുമാനിക്കുന്നിടം വരെയും എന്തുകൊണ്ട് ഒരാളുടെ അവകാശം നിഷേധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം.
അപ്പോൾ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി തന്നെ ശ്രീ എം ഐ ഷാനവാസ്, എന്തുകൊണ്ട് ഇറ്റാലിയൻ നാവികരുടെ അവകാശങ്ങൾ ഒരാളുടെ അവകാശത്തെ ഹനിക്കുന്നു എന്നാണ് ഇപ്പോൾ ബി ജെ പി ചോദിക്കുന്നത്? അതിന്റെ കാര്യത്തിൽ ഇന്ത്യക്കാരനാണോ ഇറ്റലിക്കാരനാണോ എന്ന കാര്യത്തിൽ ബി ജെ പിക്ക് ഒരു നോട്ടമില്ല. അവരുടെ രാജ്യസ്നേഹം അവർ ഈ രീതിയിലാണ് കാണുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇന്ന് ഇറ്റാലിയൻ നാവികർക്ക് അനുകൂലിച്ചുകൊണ്ട് ബി ജെ പി സർക്കാർ കോടതിയിൽ സ്വീകരിച്ച നടപടിയെ എതിർത്തിട്ടുണ്ട്. ജോർജ് കുര്യന്റെ വാദങ്ങളെ എങ്ങനെ കാണുന്നു? ഞാൻ കുറേ സമയമായിട്ട് ഇവിടെ ഇരിക്കുക. ഇതാണ് നിങ്ങളുടെ ചാനലിൽ ഞാൻ ചർച്ചയ്ക്ക് വരാത്തത്. നിങ്ങൾക്ക് ജോർജ് കുര്യൻ എന്തെങ്കിലും പറഞ്ഞാൽ രാജേഷിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മളിന്ന് മോഡി സർക്കാരിൻ്റെ 2 കൊല്ലത്തെ പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്തുന്നത് വന്ന് നമ്മൾ ഒരു പോയിന്റിൽ മാത്രമായിട്ട് ഇറ്റാലിയൻ നാവികക്കാരുടെ കാര്യത്തിൽ ആ ഒരു പ്രതികളെ വിടുന്നതിനെക്കുറിച്ച് ചർച്ച നീട്ടി അങ്ങ് പോവുകയാണ്. ഇറ്റാലിയൻ നാവികക്കാരും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററും ഇറ്റാലിയൻ ഭരണ നേതൃത്വവുമായി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു വാദം. സോണിയാഗാന്ധിക്കെതിരായി കോൺഗ്രസ്സിനെതിരായി പിന്നെ ഹെലികോപ്റ്റർ ഇടപാടിൽ അഴിമതി ഇതുവരെയും ഒരാളോ ഒരു ഇടനിലക്കാരനോ ആരും സോണിയാഗാന്ധിയെ കണ്ടിട്ടില്ല. പക്ഷെ വീണ്ടും സോണിയാഗാന്ധിയുടെ അതിൻ്റെ ഒരുപാട് രഹസ്യ രേഖകളും രഹസ്യ തെളിവുകളും വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. അതിനു വേണ്ടിയാണ് പിന്നെ വളരെ വളരെ തിടുക്കത്തിൽ ഞങ്ങളായിരുന്നപ്പോൾ ഇവരെന്തും കാണിക്കുമായിരുന്നു, ഇവരെന്തും ചെയ്യുമായിരുന്നു. ഏതെങ്കിലും ഒരു കാര്യം കോൺഗ്രസിൻ്റെ UPA ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ അതിനെതിരായി ഭയങ്കരമായ പ്രക്ഷോഭങ്ങളുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും. ഈ ഓഡിയോ അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ട് ഈ രാജേഷും ജോർജ് കുര്യനും പിന്നെ പത്രത്തിൻ്റെ എൻ്റെ ബഹുമാന്യ സുഹൃത്തും പറഞ്ഞൊന്നും എനിക്ക് കേൾക്കാനേ സാധിച്ചില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഞാൻ മനസ്സിലാക്കുന്നു ഒരുപാട് അഴിമതി ആരോപണങ്ങളിൽ പെട്ടതാണ് UPA ഗവൺമെൻറ്. ലാലെ ഒരൊറ്റ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കും, BJPയുടെ വക്താവല്ലേ, ഈ 2 കൊല്ലം കൊണ്ട് നിങ്ങൾ ഏത് അഴിമതി ആരോപണം, അതും പറഞ്ഞാണല്ലോ അധികാരത്തിലേറിയേ, ഏത് കാര്യത്തിലാണ്, ഏത് കേസാണ് നിങ്ങൾ വെച്ചത്? ആർക്കെതിരായിട്ടാണ് നിങ്ങൾ കേസ് കൊണ്ടുവന്നത്? ആരെയെങ്കിലും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ ജോർജ് കുര്യൻ, അക്കാര്യത്തിൽ എം ഐ ഷാനവാസിന് കൃത്യമായൊരു മറുപടി നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഈ 2 കൊല്ലമായി UPA സർക്കാരിൻ്റെ 1,79,000 കോടിയുടെ കഥ നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ. അത് പറഞ്ഞ് വോട്ട് നേടി നിങ്ങൾ പോയല്ലോ. ആരെ നിങ്ങൾ പിടിച്ചു? ആർക്കെതിരെ നിങ്ങൾ കൃത്യമായി തെളിവ് കൊണ്ടുവന്നു? അതിന് പകരം നിങ്ങളുടെ പേരിലാണ് ഇപ്പോൾ അഴിമതി കേസുകൾ. മധ്യപ്രദേശിലെ വ്യാപം അഴിമതി, എത്ര കൊലയാണ് അവിടെ നടന്നിട്ടുള്ളത്. മാത്രമല്ല കള്ളപ്പണക്കാരെ നിങ്ങൾ അതിഥികളായി ഇപ്പോൾ നിങ്ങളുടെ സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കാൻ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. അതായത് ഹെലികോപ്റ്റർ ഇടപാടിൽ നിങ്ങൾ പറയുന്നുണ്ട് അവർക്കെതിരെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് എം ഐ ഷാനവാസ് മറ്റേ കോൾഗേറ്റിൻ്റെയും അതുപോലെ തന്നെ 2Gയുടെയും പറഞ്ഞുകൊണ്ട് പറയുന്നത്. 2 സുപ്രീം കോടതി നേരിട്ട് നിയന്ത്രിക്കുന്ന അന്വേഷണമാണ്. CBIയുടെ അന്വേഷണം സുപ്രീം കോടതിയാണ് നിയന്ത്രിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് അങ്ങോട്ട് അടുക്കാൻ സാധിക്കില്ല. അടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ എത്ര മന്ത്രിമാരാണ്. ഭരദ്വാജൊക്കെ രാജിവെച്ചത് എന്തിനായിരുന്നു? കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടതിനല്ലേ. അന്ന് സുപ്രീം കോടതി ചോദിച്ചില്ലേ നിങ്ങൾക്ക് എന്താ അധികാരമെന്ന്. പക്ഷേ എം ഐ ഷാനവാസ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഹെലികോപ്റ്റർ ഇടപാടിൽ സോണിയാഗാന്ധിക്കെതിരെ നിങ്ങൾ നടപടിയെടുക്കണം, മറ്റതുപോലെ അതായത് സുപ്രീം കോടതിക്ക് വിട്ടുകൊടുക്കരുതെന്നായിരിക്കും നിങ്ങൾ നടപടിയെടുക്കണം. അത് പല കോൺഗ്രസ്സുകാരും ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം ഇപ്പോഴും അവർക്കാണ്, ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് തന്നെ മനസ്സിലായത് ഈ കുടുംബം ആകെ കുഴപ്പമാണ്. അവർ രാജ്യത്തിന്റെ സുരക്ഷയും എവിടെ നിന്ന് അവർ പണം കട്ടെടുക്കും എന്നുള്ള കാര്യം നാഷണൽ ഹെറാൾഡിന്റെ കാര്യത്തിൽ ജോർജ് കുര്യൻ, നിങ്ങൾ ഇത് പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും എതിരായി നടപടി എടുക്കുന്നത് കാണണമായിരുന്നു. ലളിത് മോഡിയെയും വിജയ് മല്യയെയും നിങ്ങൾ ഇപ്പോഴും ലണ്ടനിൽ പരിരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങളെക്കുറിച്ച് പറയുന്ന ആരോപണം. നിങ്ങളുടെ അഴിമതി വേറെയുമുണ്ട്. ഈ കാര്യങ്ങളൊന്നും നടപടിയെടുക്കാതെ നിങ്ങൾ പ്രത്യേകതര രാജ്യവികാരം ഉണർത്തിവിട്ടുകൊണ്ട് കഴിഞ്ഞ 2 വർഷം കേരളത്തെ പോലൊരു സംസ്ഥാനത്തിലെങ്കിലും ഉണ്ടാക്കിയ വിവാദങ്ങൾ മറന്നിട്ടില്ലല്ലോ. അല്ല ലാലെ, ഈ പറയുന്നത് ഈ ലളിത് മോഡിയെയും അതുപോലെ തന്നെ മല്യയെയും സഹായിച്ചത് ഇവരാണല്ലോ. ഇടതുപക്ഷവും കോൺഗ്രസും കൂടെ ഒരുമിച്ച് ഭരിച്ച കാലത്താണ് 6000 കോടി രൂപ ഒരു ഈടുമില്ലാതെ മല്യയ്ക്ക് കൊടുത്തത്. നിങ്ങൾ എന്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളത് ശരിയാണ്.
അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പോലും ഞങ്ങളെ അനുവദിക്കില്ല. ഇവരാണ് രണ്ടു കൂട്ടരെയും സഹായിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് അതിനുശേഷം ഞങ്ങൾ പിടിച്ചുകൊണ്ട് വരാനുള്ള നടപടിക്രമങ്ങൾ പോലും പൂർത്തിയാക്കാനുള്ള സമയം തരാതെ എവിടെ എന്ന് ചോദിച്ചാൽ എങ്ങനെയാ ശ്രീ എം ഐ ഷാനവാസ് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയം കൊടുക്കൂ. 2000 ശ്രീ ഷാനവാസ്, 2 കൊല്ലമല്ല, കുറേ നാളുകളായി പിന്നെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് 1,56,000 കോടി, 1,72,000 കോടി, ഇങ്ങനെ ജനങ്ങൾ മുഴുവൻ വിഷമിക്കത്തക്ക രീതിയിലുള്ള കണക്കുകൾ പറഞ്ഞു. എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഇവർക്ക് മുമ്പോട്ടെടുത്ത് നടപടിക്രമം പൂർത്തീകരിക്കാൻ, മിസ്റ്റർ ജോർജ് കുര്യൻ, നിങ്ങൾക്ക് ഒരു നടപടിക്രമവും പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ഈ 5 കൊല്ലം 3 കൊല്ലം കൂടെ കഴിഞ്ഞാലും ഇതേ വർത്തമാനം പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ആകെ ഈ പറയുന്ന 2G സ്പെക്ട്രം ഇടപാടിൽ ആകെ UPA ഗവൺമെൻറ് ഇരിക്കുമ്പോൾ കനിമൊഴിയെയും പിന്നെ രാജായെയും അറസ്റ്റ് ചെയ്തതൊഴിച്ചാൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? പിന്നെ സുരേഷ് കൽമാടിയെ അറസ്റ്റ് ചെയ്തു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ UPA ഗവൺമെൻറ് തന്നെ ഞങ്ങളുടെ സഖ്യകക്ഷികൾക്കെതിരായിട്ടും ഞങ്ങളുടെ പാർട്ടിക്കാർക്കെതിരായിട്ടും നടപടിയെടുത്തതല്ലാതെ ഈ 2 വർഷത്തിനിടയിൽ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് 1.5 ലക്ഷം ലാൽ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ ശ്രീ ഷാനവാസ്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? കേൾക്കാം. 1.5 എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ദിസ് ഓഡിയോ. സംതിങ് ഈസ് റോങ് വിത്ത് ദിസ് ഓഡിയോ. ശ്രീ ഷാനവാസിലേക്ക് ഞാൻ തിരിച്ചെത്താം. ശ്രീ MB രാജേഷ്, ഇപ്പോഴും ശ്രീ ജോർജ് കുര്യൻ പറയുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് കാര്യങ്ങൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. അവരെക്കുറിച്ചുള്ള UPAയെക്കുറിച്ചുള്ള അവരുടെ ആരോപണങ്ങൾ ഒക്കെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ലളിത് മോഡിയെയും വിജയ് മല്യയെയും മറ്റും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാമെന്നാണ്. പ്രതീക്ഷ എവിടെയെങ്കിലും ഉണ്ടോ? 2 വർഷം മുമ്പ് ലളിത് മോഡിയെ തിരിച്ചു കൊണ്ടുവരും എന്നായിരുന്നു അവകാശവാദം. ലളിത് മോഡിയെ തിരിച്ചു കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, വിജയ് മല്യ കൂടി ആ കൂട്ടത്തിൽ പോയി ചേർന്നു. അതാണ് സംഭവിച്ചത്. ഓഡിയോയ്ക്ക് എന്തോ കാര്യമായ തകരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഏറെക്കുറെ നിങ്ങൾക്ക് കേൾക്കാമെന്ന ധാരണയിലാണ് പറയുന്നത്. ഈ സർക്കാരിൻ്റെ സാമ്പത്തിക അഴിമതി ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ല. എങ്ങനെയാണ് സാമ്പത്തിക രംഗത്തെ തകർത്തത് എന്നതിന് കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ജോർജ് കുര്യൻ ഇവിടെ GDP വളർച്ചാ നിരക്കിനെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. മിസ്റ്റർ ജോർജ് കുര്യൻ, നിങ്ങളുടെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ, നിങ്ങളുടെ ഗവൺമെൻറ് നിയമിച്ച റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജനും നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ടുള്ള അരവിന്ദ് സുബ്രഹ്മണ്യവും പറഞ്ഞത് ഈ GDP വളർച്ചാ നിരക്ക് യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നാണ്. രഘുറാം രാജൻ പറഞ്ഞത് അന്താരുടെ ലോകത്തിലെ ഒറ്റക്കണ്ണനാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്നാണ് പറഞ്ഞത്. എൻ്റെ വാക്കുകളല്ല, ജോർജ് കുര്യന്റെ ഗവൺമെന്റ് നിയമിച്ച RBI ഗവർണറുടെ രഘുറാം രാജന്റെ വാക്കാണ്. നിങ്ങളുടെ ഗവൺമെന്റിന് കീഴിൽ ഇന്ത്യ അന്ധന്മാരുടെ ലോകത്തിലെ ഒറ്റക്കണ്ണനാണ് എന്നാണ്. അതുപോലെ തന്നെ എന്താണ് കയറ്റുമതിയുടെ സ്ഥിതി? BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കയറ്റുമതി ഇരട്ടിയാക്കും എന്നായിരുന്നു. BJP അധികാരത്തിൽ വരുമ്പോൾ $465.9 ബില്യൺ കയറ്റുമതി വരുമാനം, ഇപ്പോൾ $261.13 ബില്യൺ. ഇരട്ടിയാക്കുമെന്നായിരുന്നു അവകാശവാദം. ഇപ്പോൾ പകുതിയാക്കി. അത് കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും കുറവാണ് കയറ്റുമതി വരുമാനം. കയറ്റുമതി വളർച്ചാ നിരക്ക് 63 വർഷത്തിലെ ഏറ്റവും കുറവാണ്. 63 വർഷത്തിലെ ഏറ്റവും കുറവാണ്. നിങ്ങളുടെ സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് പുറത്തുവിട്ട കണക്കുകളാണ് ഞാൻ പറയുന്നത്. സ്ഥിതി എന്താണ്? രൂപ സർവകാല റെക്കോർഡിലാണ് ഇടിഞ്ഞെത്തി നിൽക്കുന്നത്. ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്കിൽ സർവകാല തകർച്ചയാണ് രൂപയ്ക്കുണ്ടായിട്ടുള്ളത്. നിഷേധിക്കാൻ കഴിയുമോ ജോർജ് കുര്യന്? ഇനി വ്യവസായ വളർച്ചാ സൂചികയുടെ സ്ഥിതി എന്താണ്? BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 4.8%, 2015-16 1 വർഷം കഴിഞ്ഞപ്പോൾ 2.4%, ഈ കഴിഞ്ഞ മാർച്ചിൽ 0.1%.
അതാണ് വ്യവസായ വളർച്ചാ സൂചിക IIP ഇൻഡെക്സ്. ഞാൻ നടപടി ശ്രീ എം പി രാജേഷ്. ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ പിന്നെ എന്ത് കണക്കാണ് തുടക്കത്തിലൊക്കെ പറഞ്ഞത്? ഈ GDP യുടെ വളർച്ച പറഞ്ഞുകൊണ്ടും കുറെ ഗ്യാസ് കണക്ഷനുകൾ കുറെ പേർ കൂടി കൊടുത്തു എന്ന് എണ്ണം കാണിച്ചും എങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള, ഇപ്പോൾ എം പി രാജേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള വളർച്ചാ സൂചികകൾ താഴോട്ട് പോയതിനെ ന്യായീകരിക്കുക? ലാല, ഈ ചോദ്യം എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. എന്തോ സാങ്കേതിക കാരണങ്ങളാൽ ശബ്ദം ക്ലിയർ അല്ല. എന്തായാലും സാമ്പത്തിക നയവും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ നിങ്ങൾ UPA സർക്കാരിൻ്റെ നയം തന്നെ തുടരുന്നത് കൊണ്ട് താഴോട്ടാണ് പോയിട്ടുള്ളത്. താങ്കൾ ആദ്യം പറഞ്ഞ അവകാശവാദം ശരിയല്ല. GDP യുടെ വളർച്ച കൊണ്ട് ഇവിടെ എല്ലാവർക്കും നേട്ടമുണ്ടായി എന്ന് പറഞ്ഞത് ശരിയല്ല എന്നാണ് എം പി രാജേഷും അതിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ശ്രീ MI ഷാനവാസും നേരത്തെ സൂചിപ്പിച്ചത്. ശ്രീ ജോർജ് കുര്യനിലേക്ക്, സാങ്കേതിക പ്രശ്നത്തിൽ ദയവായി അതിഥികൾ എല്ലാവരും ക്ഷമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ MI ഷാനവാസ്, എന്തായാലും നിങ്ങളുടെ സർക്കാരിൻ്റെ സാമ്പത്തിക നയമാണ് തുടരുന്നത് എന്നാണ് MP രാജേഷ് ഇപ്പോഴും പറയുന്നത്. അതാണ് മോഡി സർക്കാരിന് ഏൽക്കുന്ന വലിയ അടി. ഇപ്പോൾ ക്ലിയറായി. ശ്രീ ഷാനവാസ്, ഇല്ല, ക്ലിയറായിട്ട് പിന്നെ അത് പോയി. ശ്രീ PV തോമസ്, താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എന്നാലും എല്ലാ അതിഥികളും എന്നോട് ക്ഷമിക്കുക ദയവായി. സാങ്കേതിക പ്രശ്നം കാരണം അതിഥികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ പറ്റാതായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 വർഷത്തെ ഭരണമാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഒരു പ്രതിജ്ഞ. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് സാഫ്രൻ ടെററിസ്റ്റിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം. ഈ കോൺഗ്രസ് മുക്ത ഭാരതം ഒരുപക്ഷെ അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മിസ്റ്റർ ഷാനവാസ് സമ്മതിച്ചാൽ പോലും ഇല്ലെങ്കിൽ പോലും സംഭവിച്ചത് എന്താണ് പറയൂ. ആസാമിലും കേരളത്തിലും നഷ്ടപ്പെട്ടു പോയല്ലോ. അതുപോലെ തന്നെ അടുത്ത വർഷം 7 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അത് ഉത്തർപ്രദേശ് ഉൾപ്പെടെയാണ്. ഇവിടെ കോൺഗ്രസ് എന്ത് സംഭവിക്കാൻ പറ്റും? അതുപോലെ തന്നെ 2018 2019 ഇലക്ഷന് മുമ്പായിട്ട് 8 സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്. 8 15 സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ നരേന്ദ്രമോദി പറഞ്ഞ പോലെ തന്നെ ഒരു കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് വരും. BJP വരും, പക്ഷേ പ്രാദേശിക പാർട്ടികളും വരും. പ്രാദേശിക പാർട്ടിയും കൂടുതൽ വരാൻ പോകുന്നത്. കോൺഗ്രസ് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് കോൺഗ്രസിൻ്റെ ഭരണം? അപ്പോൾ ഈ 2 വർഷം കൊണ്ട് നരേന്ദ്രമോദിക്ക് സാധിക്കാൻ പറ്റിയ ഒരു കാര്യം സാധിക്കാൻ പോകുന്നൊരു കാര്യം ഒരുപക്ഷെ കോൺഗ്രസ് മുക്ത ഭാരതമായിരിക്കും. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യമുണ്ട്. ഈ സാഫ്രൻ ടെററിസം, ഹിന്ദു ടെററിസം എന്ന് പറയുന്നതിന് എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ട് NIA-യും അതുപോലെ SIT-യും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു? അതായത് ഒരു കൂട്ടർ പറയുന്നു ഇത് ടെററിസ്റ്റ് ആണെന്ന് പറയുന്നു, മറ്റു കൂട്ടർ പറയുന്നു ടെററിസ്റ്റ് അല്ല എന്ന് പറയുന്നു. അങ്ങനെ ഉള്ള ഒരു കാര്യം പലരെയും വിടുകയാണ്. അതായത് ഒത്തിരി പേരെ വിട്ടുകഴിഞ്ഞു. അതെന്താണ് ഈ ഏജൻസികളെ കൊണ്ട് തമ്മിൽ അടുപ്പിക്കുന്നത്? നമ്മുടെ കാട്കടയിൽ പോലുള്ള ആൾക്കാർ ചെയ്ത് ഒരു RDX പ്ലാൻ ചെയ്യുന്നതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് പോകുന്നത് ഒരിക്കലും നമ്മുടെ ദേശീയ സുരക്ഷിതത്വത്തിന് നല്ലതല്ല. അത് BJP-യും മോഡിയും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും BJP സർക്കാർ ഈ പറഞ്ഞ രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയം തുടരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ വർഗീയത പോലും പല രംഗങ്ങളിലെയും സൂചികകൾ താഴോട്ട് പോകുന്നതും എന്നാണ് പൊതു നിരീക്ഷണം. സർക്കാർ ഈ പറഞ്ഞ രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയം തുടരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഇന്ത്യ പദ്ധതി. ഇന്ത്യയിലേക്ക് ഏതാണ്ട് 40% വിദേശ നിക്ഷേപം ഒഴുകിയെത്തുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെയൊരു നടപടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അതല്ല, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെ FDI ഇന്ത്യയിലേക്ക് വേണ്ട
എന്നാണ് അവരുദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന വികസന രംഗത്ത് ഒരു ദിവസം 18 കിലോമീറ്ററാണ് നാഷണൽ ഹൈവേ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ ആയിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലറിയാം, കേരളം 25,000 കോടി രൂപ റോഡ് നന്നാക്കാൻ ചോദിച്ചിട്ട് 34,000 കോടിയാണ് കൊടുത്തത്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ വിഹിതമാണ്, ഇന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, 65 കേന്ദ്ര ബജറ്റിലെ 65% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയാണ്. 35% മാത്രമേ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ളൂ. ഓരോ പഞ്ചായത്തുകൾക്കും പോലെ 800 ലക്ഷവും അതുപോലെ തന്നെ 1 കോടിയുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 80 ലക്ഷം 1 കോടിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ മുനിസിപ്പാലിറ്റികൾക്ക് 2.5 കോടി കൊടുക്കുന്നു. എല്ലാ രീതിയിലും സംസ്ഥാനങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക നടപടികളാണ്. ഒരു സംസ്ഥാനവും പരാതി പറഞ്ഞിട്ടില്ല. ശ്രീ എം പി രാജേഷ് ചർച്ച അവസാനിപ്പിക്കുകയാണ്. താങ്കൾക്ക് ഇത് അവസാനിപ്പിക്കുക. ഇപ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞതുപോലെ എല്ലാ സംസ്ഥാനങ്ങളെയും സഹായിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. കേരളത്തിൽ പുതിയ സർക്കാരാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്. BJPയുടെ ഇന്നത്തെ രീതിയിലുള്ള നയങ്ങളുമായിട്ടുള്ള മുന്നോട്ട് പോക്ക് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടോ? ഒരു ശതമാനം പോലും വസ്തുതയില്ലാത്ത കാര്യമാണ് ജോർജ് കുര്യൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളെയും കൈയച്ച് സഹായിക്കുന്നു. മറിച്ചാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ വിഹിതം, ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചുള്ള വിഹിതം കൂട്ടി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കുറവ് വരുത്തിയത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലാണ്. ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത ചെലവ് സംസ്ഥാന സർക്കാർ കൂടി വഹിക്കണം എന്ന നില വന്നു. അപ്പോൾ ഒരു കൈ കൊണ്ട് കൊടുത്തതിനേക്കാൾ കൂടുതൽ മറ്റേ കൈ കൊണ്ട് വാങ്ങി. ഇത് പാർലമെന്റിൽ വലിയ ചർച്ചയായതാണല്ലോ. BJPയെ അനുകൂലിക്കുന്ന സഖ്യകക്ഷികൾ പോലും, ശിവസേന ഉൾപ്പെടെയുള്ളവർ പോലും ഇതിനെതിരായി രംഗത്ത് വന്നു. TRS BJPയോടൊപ്പം നിൽക്കുന്നവരാണല്ലോ, അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരാണല്ലോ. അവർ പറഞ്ഞില്ലേ, തെലങ്കാനയുടെ അനുഭവം മുൻനിർത്തി ഞങ്ങൾക്ക് നഷ്ടമാണ് സംഭവിച്ചത്. അപ്പോൾ വസ്തുത. പിന്നെ ജോർജ് കാര്യങ്ങളൊന്നും കേട്ടില്ല എന്ന് സൗകര്യപൂർവ്വം പറഞ്ഞ് മറ്റു കാര്യങ്ങൾ പറയരുത്. ഞാനിവിടെ പറഞ്ഞത് കയറ്റുമതി 63 വർഷത്തെ ഏറ്റവും ഇടിഞ്ഞ വളർച്ചാ നിരക്കാണ് ഇപ്പോഴുള്ളത്. കയറ്റുമതി വരുമാനം 5 വർഷത്തേതിൽ ഏറ്റവും കുറഞ്ഞതാണ് ഇപ്പോഴുള്ളത്. അതുപോലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് ഇപ്പോൾ നേരിട്ടിട്ടുള്ളത്. നിക്ഷേപം BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം 46% കുറഞ്ഞിരിക്കുന്നു നിക്ഷേപത്തിൽ. അത് വീണ്ടും കുറയുന്ന ലക്ഷണമാണ് ഈ സാമ്പത്തിക വർഷം കാണുന്നത്. തൊഴിൽ വർഷം 2 കോടി തൊഴിൽ സൃഷ്ടിക്കുമെന്നാണ് BJP ഗവൺമെന്റ് പറഞ്ഞത്. എന്താണ് അനുഭവം? 43,000 ഉള്ള തൊഴിലവസരം നഷ്ടപ്പെട്ടു എന്നതാണ് ലേബർ ബ്യൂറോയുടെ കണക്കാണ്, എന്റെ കണക്കല്ല, ഇന്ത്യൻ ലേബർ ബ്യൂറോയുടെ കണക്കാണ്. 43,000 തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു യഥാർത്ഥത്തിൽ തൊഴിൽ അന്വേഷകർ എത്രയാണോ അതിന്റെ 1% മാത്രമാണ് 2015 തൊഴിൽ സൃഷ്ടിച്ചത്. സമയത്തിന്റെ പരിമിതിയോട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ശ്രീ എം പി രാജേഷ്, എന്തായാലും നരേന്ദ്രമോദി സർക്കാർ 2 വർഷം പൂർത്തിയാക്കുമ്പോൾ കേരളം വലിയ ആശങ്കയിലാണ് നരേന്ദ്രമോദി സർക്കാരിനെ കാണുന്നത്. പുതിയൊരു മന്ത്രിസഭ കൂടി വന്നിരിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്നതും ഈ ചർച്ചയിൽ ചോദ്യം ഉയർത്തുന്നു. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ എം പി രാജേഷ്, ശ്രീ MI ഷാനവാസ്, ശ്രീ ജോർജ് കുര്യൻ, ശ്രീ PV തോമസ്. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അതിഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നു.